കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലപാതക കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഇന്ന് ഏറ്റെടുക്കും. SP മുഹമ്മദ് റഫീഖിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. റിമാൻഡിലുള്ള പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ നാളെ അപേക്ഷ നൽകും. വിവരങ്ങളുമായി S വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, വിശദാംശങ്ങൾ എന്താണ്? സനീഷ്, ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ തങ്ങൾക്ക് വിശ്വാസമില്ലെന്നുള്ള നിലപാട് തന്നെയാണ് കോൺഗ്രസിൻ്റേത്. ഒപ്പം തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് BJP രംഗത്ത് വന്നിട്ടുണ്ട്. മാത്രമല്ല മറ്റൊരു കാര്യം, അതായത് ഇപ്പോൾ നടക്കുന്ന അന്വേഷണം ഫലപ്രദമല്ല എന്ന് തന്നെയാണ് ഇവർ കോൺഗ്രസ് പറയുന്നത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ മാർച്ച് ആരംഭിച്ചിട്ടുണ്ട്. SP ഓഫീസിലേക്കാണ് മാർച്ച്. യൂത്ത് കോൺഗ്രസ് നേതാവ് ഡീൻ കുര്യാക്കോസിൻ്റെ നേതൃത്വത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അല്പസമയത്തിനകം തന്നെ SP ഓഫീസിലേക്ക് മാർച്ച് ആരംഭിക്കും. ഇവിടെ വൻ പോലീസ് സന്നാഹം തന്നെ ഉണ്ട്. ASP, അതായത് കാസർഗോഡ് ASP ശില്പ ദൈവായയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹമുണ്ട്. അതുപോലെ തന്നെ ജനപീരങ്കി ഉൾപ്പെടെ സജ്ജമാക്കിയിട്ടുണ്ട്. അക്രമ സാധ്യത അല്ലെങ്കിൽ സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്രയും സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട് പെരിയയിലെ ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ അന്വേഷണത്തിൽ തങ്ങൾ തൃപ്തരല്ല, അല്ലെങ്കിൽ ഇത് മാറ്റണം, അല്ലെങ്കിൽ ഇപ്പോൾ പിടികൂടിയത് 7 പ്രതികൾ മാത്രമല്ല 40ഓളം പ്രതികൾ ഉണ്ടെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. എന്നാൽ ഇവരെ യഥാസമയം പിടികൂടാനോ നടപടി സ്വീകരിക്കാനോ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഫലപ്രദമായ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും ഇവർ പറയുന്നുണ്ട്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ സമരപരിപാടികൾ ആരംഭിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ മാർച്ച് ഇങ്ങോട്ട് തിരിക്കും എന്നാണ് അറിയുന്നത്. ഇപ്പോൾ 2 ഭാഗത്തും ബാരിക്കേഡ് സ്ഥാപിച്ചിട്ടുണ്ട്. പ്രവർത്തകരെ ഒരു കാരണവശാലും അകത്തേക്ക് കടത്തിവിടരുതെന്ന് കർശന നിർദ്ദേശം തന്നെ SP ഓഫീസിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇതിന് ചുറ്റുഭാഗവും ബാരിക്കേഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്തേക്ക് എത്തിപ്പെടാൻ യാതൊരു രീതിയിലുള്ള സൗകര്യം അല്ല. വാഹനങ്ങൾ പല ഭാഗങ്ങളിലൂടെ തിരിച്ചുവിട്ടിട്ടുണ്ട്. ആളുകളെ കടത്തിവിടുന്നില്ല. വിവരങ്ങൾക്ക് പെരിയ ഇരട്ടക്കൊലപാതക കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയാണ്. അന്വേഷണം തുടരുകയുമാണ്. മറ്റു വാർത്തകളിലേക്ക്. കണ്ണൂർ ധർമ്മടത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയുടെ വീടിന് നേരെ ആക്രമണം. ബ്ലോക്ക് സെക്രട്ടറി സനൽകുമാറിന്റെ വീടിന്റെ ജനൽ ചില്ലുകൾ അക്രമികൾ എറിഞ്ഞു തകർത്തു. ഇന്ന് പുലർച്ചെയായിരുന്നു ആക്രമണം. വീട്ടുമുറ്റത്തെ കിണറ്റിൽ മാലിന്യം നിക്ഷേപിക്കുകയും ചെയ്തു.